ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു അടിപൊളി വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറേ നാളായില്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. എപ്പോഴും റെസിപ്പി വീഡിയോ തന്നെയായാലും ഒരു രസമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് കാക്കനാടിലുള്ള ചിറ്റിലപ്പള്ളി സ്ക്വയറിലായിട്ടാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഞെട്ടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്ന ഈ ഒരു മായ ലോകത്തേക്ക് പോയാലോ. അപ്പോൾ ഇത് നമ്മൾ ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെയായിട്ട് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറ് നിൽക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് വണ്ടി അങ്ങോട്ട് പാസ് ചെയ്ത് പോയതിനും സാറിൻ്റെ വണ്ടി വന്ന് സാറ് കാറിൽ കയറി പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത ഫ്ലോറിലായിട്ട് ലിഫ്റ്റ് വഴി പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇവിടെ റൂംസൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇവിടെ റൂംസ് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഞങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. 9 റൂംസ് ഇവർക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടികൾ കാര്യങ്ങളൊക്കെ നടത്താനുള്ള നല്ലൊരു ഹാളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു വെഡ്ഡിങ്ങിൻ്റെ ഹാള് വേറെ വലുതുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൂംസൊക്കെ കാണാൻ പോവുകയാണ്. ഇവിടെ 9 റൂംസാണുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് എന്താ പറയുക, മെമ്പേഴ്സിനനുസരിച്ച് നമുക്ക് റൂംസ് എടുക്കാൻ പറ്റും. കാരണം ചെറിയ റൂമും കുറച്ച് വലുതായ ടൈപ്പിലുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റൂമൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഇൻറ്റീരിയറാണ്. നല്ല നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് റൂം ഞങ്ങൾ കണ്ടതാണ് ആദ്യത്തെ കേട്ടോ. പിന്നെ അങ്ങനത്തെ ഒരു 9 റൂമുകളുണ്ട്. നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടെ ശ്രദ്ധിക്കുമല്ലോ. സാധനം നമ്മളെവിടെ ഹോട്ടൽസിലും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് ഈ എന്താ പറയുക, വാർഡ്രോബൊന്നും അത്ര രസമാവാറില്ല. പക്ഷേ ഇവിടുത്തെ വാർഡ്രോബ് കാര്യങ്ങൾ എല്ലാം അതുപോലെ സീലിങ് എല്ലാം സൂപ്പറാണ് കേട്ടോ. ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇവിടെ ചെന്നപ്പോഴുള്ള പുതിയൊരു അറിവായിരുന്നു. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുപോലെ നല്ല എന്താ പറയുക, ആതിഥ്യ മര്യാദ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നല്ലതായിട്ടുള്ള നല്ല അടിപൊളി സ്റ്റാഫാണ് കേട്ടോ. ആ റൂംസിൻ്റെയൊക്കെ തൊട്ട് താഴെയുള്ള ഫ്ലോറിലാണ് കേട്ടോ റിസപ്ഷനും അതുപോലെ റെസ്റ്റോറൻറ്റൊക്കെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ടിക്കറ്റ് നമ്മൾ വർക്കിംഗ് ഡേയ്സിലായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ 270 രൂപയാണ് കേട്ടോ പെർ ഹെഡ്. കുഞ്ഞാവയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതകത്ത് എത്തിക്കഴിയുമ്പോൾ ഒരു ചെറിയൊരു ടോയ് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിയുമ്പോൾ നിറച്ച് പാർക്കാണ്. പാർക്കെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള പാർക്കല്ല കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. ഓപ്പൺ ജിമ്മും എല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. എല്ലാ പ്രായക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 4 പേർക്ക് ഇരുന്ന് ഓടിക്കാവുന്ന ക്വാഡ്രാ സൈക്കിൾ ഉണ്ടല്ലോ, അതിനകത്ത് ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനും മോനും കൂടിയാണ് കേട്ടോ സൈക്കിൾ ഓട്ടിയത്. പിന്നെ ഫ്രണ്ടിൽ 2 പേർക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനത്തെ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കായികാധ്വാനം വേണം കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സൈക്ലിങ്, നമ്മൾ സൈക്കിൾ ചവിട്ടണം. അതുപോലെ എല്ലാം ഇപ്പോൾ ജിമ്മിലാണെങ്കിലും അതുപോലെ ഓരോ ആക്ടിവിറ്റീസും അങ്ങനത്തെ ടൈപ്പിലുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ ഇവിടെ കൂടുതലും. നല്ല രസമാണ്. നമുക്ക് ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്നതിനും ഭയങ്കരമായിട്ട് മനസ്സും ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും നല്ല റിലാക്സ്ഡ് ആയിരിക്കും. നല്ല രസമായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ പലയിടത്തും പോയതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞു മക്കളുടെ പ്ലേ ഏരിയ ഉണ്ടോ. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ആയുർവേദിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇതൊക്കെ. അതുപോലെ ഇവിടെയാണെങ്കിലും ഫ്ലോറിലൊക്കെ ഈ റബ്ബറിൻ്റെ മാറ്റ് ഇട്ടേക്കണതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് വീണാലും ഒന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളുടെ ഈ പ്ലേ ഏരിയയൊക്കെ ആണെങ്കിലും ഒരു ഫെൻസ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്കാണെങ്കിലും സമാധാനമായിട്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് ആയിക്കോട്ടൊക്കെ നടക്കാനും ഒക്കെ പറ്റും കേട്ടോ. ശരി, പൊക്കോ.
വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടായിരിക്കും വലിയ മിററൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മൊത്തം ഹരിതാപവും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ മൊത്തത്തിൽ കാണാനായിട്ട്. എക്സ്റ്റീരിയറും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. ഇത് 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാമ്പലിനാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇതിനകത്തൊക്കെ കയറി ഇങ്ങനെ തുള്ളിച്ചാടാനായിട്ട്. നല്ല രസമല്ലേ. കുഞ്ഞുൻ്റെയൊക്കെ ഓട്ടം കാണണം. ഒരു 8:30 മണിയായിട്ടും വീട്ടിലോട്ട് പോകാനായിട്ട് വിളിച്ചപ്പോൾ അവൾക്ക് താല്പര്യം ഉണ്ടായില്ല വീട്ടിലോട്ട് വരാനായിട്ട്. അത്ര രസമായിട്ട് മക്കളൊക്കെ ഇതിനകത്ത് നല്ലതായിട്ട് എൻജോയ് ചെയ്യും. മക്കൾ മാത്രമല്ല നമ്മളും. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആ ഒരു ഉള്ള പ്രായത്തിൽ നിന്നും ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞ് കുഞ്ഞു മക്കളെ പോലെ ഓടിച്ചാടി കിടന്ന് എല്ലാത്തിലും കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു രസമായിട്ട് വന്നായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ലൈഫിൽ ഒരിക്കലും ഓർത്തിട്ടില്ല സിപ്പ് ലൈനിൽ കയറുമെന്നൊന്നും ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. പലയിടത്തും പോകുമ്പോഴും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനകത്തൊന്നും കയറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വെച്ചിട്ട് ഞാൻ സിപ്പ് ലൈനിലൊക്കെ കയറിയിട്ടോ. സിപ്പ് ലൈനിന് വേറെ ചാർജാണ് കേട്ടോ. അതായത് 100 രൂപയ്ക്ക് ഒരു ടിക്കറ്റാണ് കിട്ടുന്നത്. പക്ഷേ ആ ഒരു ടിക്കറ്റിന് നമുക്ക് 2 പേർക്ക് കയറാൻ പറ്റും കേട്ടോ. പിന്നെ അതായത് ഇവിടെ തന്നെ മാജിക് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാ സ്ഥലത്തേക്കൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ കപ്പിൾ സൈക്കിളിലൊക്കെ പോയായിരുന്നു കേട്ടോ. കപ്പിൾ സൈക്കിളിൽ മോൻ സൈക്കിൾ കൂട്ടിയപ്പോൾ ഞാൻ പുറകിലിരുന്ന് അങ്ങനെയൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെന്താണ്, പിന്നെ ഇവിടെ ഒരു ഫിഷ് പോണ്ടുണ്ട്. പിന്നെന്താണ് ഒരു എന്താ പറയുക, ഈ താറാവിൻ്റെ ഇതുണ്ടല്ലോ ഗൂസ്വാത്ത്, അതിന് വേണ്ടിയിട്ടുള്ളൊരു പൂണ്ടും പിന്നെ ഒരു താമരയുടെയൊക്കെയും അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇത് കൂടെ നടക്കാനൊക്കെയാണ് നല്ല രസമുണ്ട്. പിന്നെ കുറേ എന്താ പറയുക റോപ്പിൽ കൂടെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടെണ്ണം ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ കുറേ ചെറിയ എന്താ പറയുക ചെറിയ തരത്തിലുള്ള ഈ വാട്ടർഫോൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 4 പേർക്കിരുന്ന് പോകാവുന്ന ക്വാഡ്രാ സൈക്കിള്, അതുപോലെ കപ്പിൾ സൈക്കിള്, പിന്നെ നോർമലായിട്ടുള്ള സൈക്കിള്, അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു കഫ്തീരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഐസ്ക്രീം, ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതാണ് റോപ്പ് കോഴ്സ് കേട്ടോ. ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ ഒരു എന്താ പറയുക ചാനലിൽ കൂടെ ഒരു റോപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അത് ഇങ്ങനെ വലിച്ച് നമ്മൾ നടന്ന് പോകണത്. അപ്പോൾ വീണാലും ആ ഒരു ചാനലിൽ നമ്മൾ എന്താ പറയുക ഹാങ് ചെയ്ത് ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സേഫാണ് എല്ലാവരും വിശ്വാസമാണല്ലോ. അപ്പോൾ പിന്നെന്താ കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കുക കേട്ടോ. എനിക്കിവിടെ നിന്ന് നോക്കിയിട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാണ് താഴത്ത് നിന്ന്. പിന്നെ അതിൻ്റെ മുകളിലായിട്ടുണ്ട് മൂന്നാമത്തെ ഫ്ലോറിൽ നിന്നാണ് ഈ സിപ്പ് ലൈൻ്റെ ഇത് തന്നെ കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ ഈ കൂടെയൊക്കെ നടക്കുക. അവർക്കൊക്കെ ഭയങ്കര രസമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക നമ്മൾ ഈ ഗെയിംസിലൊക്കെ പലതും ഇങ്ങനെ നടക്കുമല്ലോ, അത് ലൈഫിൽ ഒറിജിനലായിട്ട് അതങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും. ഈ റോപ്പ് കോഴ്സും ഒക്കെ ചെയ്യണതിന് 135 സെൻറ്റിമീറ്ററിന് മേലെ ഹൈറ്റുള്ളവർക്കാട്ടോ പറ്റുള്ളൂ. അതായത് ഒരു 4.5 അടി പൊക്കമുള്ളവർക്കാണ് പറ്റുള്ളൂ.
ലൈൻ, റോക്ക് ക്ലൈമ്പിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ക്യാരംസ്, അങ്ങനെ എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട്. ഞാനിതിനകത്ത് വീഡിയോസിൽ എല്ലാം ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കാനല്ലല്ലോ നോക്കണത്, നമ്മൾ ഇത് എൻജോയ് ചെയ്യാനല്ലേ നോക്കണം. അപ്പോൾ ഇടയ്ക്കോടെയൊക്കെ ചില വീഡിയോസൊക്കെ ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം എൻ്റെ എല്ലാ മക്കളും റോക്ക് ക്ലൈമ്പിന് കയറിയായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ അയ്മക്കൂട്ടം കയറിയത് മാത്രം ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അതിനൊന്നും ഒരു സമയമോ ലിമിറ്റോ ഒന്നുമില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും റോക്ക് ക്ലൈമ്പിങ്ങിന് കയറാം. അങ്ങനെ സിബ് ലൈൻ മാത്രമാണ് നമുക്കൊരു ഇത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. വേറെ അത് നമ്മൾ എക്സ്ട്രാ ഫീസ് എടുക്കണം, വേറെ ഒന്നുമില്ല. വേറെ എല്ലാത്തിനും എന്താ പറയുക, ശരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. കാരണം രാവിലെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് കയറിയിട്ട് 270 രൂപയല്ലേ പെർ ഹെഡ് ആവുന്നുള്ളൂ. എന്നിട്ട് പിന്നെ വൈകിട്ട് 8:30 വരെ ഞങ്ങളവിടെ അതിനകത്തുണ്ടായിരുന്നു. 9 മണി വരെ നമുക്കത് ഇത് യൂസ് ചെയ്യണതിന് ഒരു പ്രശ്നമില്ല. നമ്മൾ 8:30 കഴിഞ്ഞേ പിന്നെയാണ് നമ്മൾ വന്നെ കേട്ടോ. മക്കൾക്കൊന്നും എന്നിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത് കളിച്ച്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഇനിയും പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിമ്മിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനും തന്നെ നമ്മളൊക്കെ യൂസ് ചെയ്തായിരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് ടർഫുണ്ട്, നമ്മുടെ ഫുട്ബോളിൻ്റെ, പിന്നെ ക്രിക്കറ്റിൻ്റെ ഉണ്ട്, പിന്നെ ബാഡ്മിൻ്റൺ, അങ്ങനെ എല്ലാത്തിൻ്റെയും തന്നെ സെപ്പറേറ്റ് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലായിടത്തും കൂടെ കയറുന്നത്, ഞാനതാ പറഞ്ഞു, എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. കുറേ എണ്ണത്തിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്വാഡ്ര സൈക്കിളിനൊക്കെ ആണെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് ചവിട്ടി പോവാം കേട്ടോ. ഞങ്ങളിത് രാത്രിയിലും ഒക്കെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനത്തെ കുട്ടികളെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സ്കേറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് രാത്രി കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് കാണുക പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക്, അതായത് 10 വയസ്സ് താഴെയൊക്കെയുള്ള കുട്ടികൾക്കുള്ള സൈക്കിളും കാറും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുപോലെ നമുക്ക് ഈ ഒരു റോട്ടിൽ കൂടെ ഓടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഓടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനതാ പറഞ്ഞു, ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇതിനകത്ത് പൂളുണ്ട്. പൂളിനാകുമ്പോൾ അതിന് പൂളിന് പറ്റിയ ഡ്രസ്സ് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട്. പൂളും വാട്ടർ റൈഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പൂള് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ വാഷ്റൂം, ഇവിടുത്തെയുള്ള മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നല്ല വൃത്തിയോടും ഒക്കെ തന്നെയാട്ടോ കൊണ്ടുപോയി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.